പെരിയ ഇരട്ടക്കൊലക്കേസിലെ 2 പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കാസർഗോഡ് കല്യാട്ടാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഷഫീഖ് ചേരുന്നുണ്ട്. ഷഫീഖ്, പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് പോകുന്നു? സംഘർഷ സാധ്യത പോലീസ് കണക്കിലെടുക്കുന്നുണ്ടോ? സ്മൃതി മണ്ഡപം ഇരട്ടക്കൊല കേസിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സ്മൃതി മണ്ഡപത്തിൽ മുതൽ ഏച്ചിലടുക്കം വരെ പ്രകടനം നടത്തും എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നത്. അതിന് പോലീസ് അനുമതി തേടിയിരുന്നു. പക്ഷേ പോലീസ് പ്രകടനത്തിനുള്ള അനുമതി നൽകിയിട്ടില്ല. കാരണം ഏച്ചിലടുക്കം എന്ന് പറയുന്നത് CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. ഏച്ചിലടുക്കം വരെ പ്രകടനം നടത്തുകയാണെങ്കിൽ സാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടിയാണ് പോലീസ് അനുമതി നിഷേധിച്ചത്. അത് അനുമതി ഇല്ലെങ്കിലും ഈ അല്പസമയം മുൻപ് ഈ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം ആരംഭിച്ചു. അത് ഏച്ചിലടക്കം എത്തുന്നതിന് തൊട്ട് മുൻപ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തി. അവർക്കെതിരെ ജലപീരങ്കി പ്രയോഗിച്ചു. വലിയ സംഘർഷ സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ബാരിക്കേഡ് മറച്ചിടാൻ അത് മറികടന്നു പോകാനുള്ള ശ്രമം ഏച്ചിലടക്കത്ത് എത്താൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിരവധി പ്രവർത്തകരാണ് ഈ പ്രകടനത്തിന് എത്തിച്ചേർന്നത്. പോലീസ് വലിയ സന്നാഹം അവിടെ ഏച്ചിലടക്കത്തും പരിസരത്തും പോലീസ് സുരക്ഷ ശക്തിപ്പെടുത്തിയിരുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം തന്നെ അവിടെ എത്തി. ബാരിക്കേഡ് മറച്ചിട്ട് നേതാക്കളുടെ അവസാനം പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ്. ശരി.